ഹലോ മജുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ മനോഹരമായ ഒരു ദ്വീപ് കാണിക്കുകയാണ്. ആ ദ്വീപിലേക്ക് കടക്കാനായിട്ട് ഒരു കവാടം പോലെ തന്നെ പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട വലിയ രണ്ട് മലകളുണ്ട്. അതിന്റെ ഒത്ത നടുവിലായിട്ട് ചെറിയൊരു ബോട്ടിനരികിലായിട്ട് ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളുടെ മുഖം കണ്ടാൽ അറിയാം, ഭയന്ന് വിറച്ച് കയ്യിൽ ഒരു ആയുധവുമായിട്ട് ആരെയോ നോക്കി അവൾ നിൽക്കുകയാണ്. മലയുടെ മുകളിൽ നിന്നും അതിഭീകരമായിട്ടുള്ള ചില ശബ്ദങ്ങളും അവൾ കേൾക്കുന്നുണ്ട്. എന്തിനും തയ്യാറായി അവൾ അവിടെ നിൽക്കുകയാണ്. ഏതാണ് ഈ പെൺകുട്ടി? ഇത്രയും വലിയൊരു ദ്വീപിൽ അവൾ എങ്ങനെയാണ് വന്ന് പെട്ടത്? എന്തിനെയാണ് ഭയത്തോടുകൂടി അവൾ നോക്കുന്നത്? ഇതെല്ലാം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോയി തന്നെ അതെല്ലാം മനസ്സിലാക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, വയനാട്ടിൽ നിങ്ങൾ ക്യാമ്പിങ്ങിനൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തോ. ഫുഡ്, ട്രക്കിംഗ്, ക്യാമ്പ് ഫയർ, DJ ഇങ്ങനെ എല്ലാ പരിപാടിയും എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ പാക്കേജിന് വെറും 999 മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഒരു അച്ഛൻ തന്റെ മകളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ലോകം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മോളെ. ഈ ലോകത്തിനെ പ്രൊട്ടക്ട് ചെയ്ത ചില ഹീറോസ് ഉണ്ട്. അവരുടെ കഥകൾ വരും തലമുറയ്ക്ക് എന്റെ മോള് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഈ ലോകം പണ്ടെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. ഭൂമി മുഴുവൻ വെളിച്ചമായിരുന്നു, ലൈറ്റുകൾ, സന്തോഷം. എന്നാൽ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ സംഭവിച്ചു. ഇന്ന് നമ്മൾ എല്ലാവരും വലിയൊരു യുദ്ധത്തിലാണ്, ഒരിക്കലും തോൽക്കാൻ പാടില്ലാത്ത വലിയൊരു യുദ്ധത്തിൽ. ഇതിനുശേഷം വലിയൊരു യുദ്ധം നടക്കുന്ന ആ സ്ഥലം തന്നെ കാണിക്കുകയാണ്. അതിലൂടെ ഒരു ലേഡി നടന്നു പോകുന്നുണ്ട്. അവരെ കണ്ടാൽ അറിയാം ആ കൂട്ടത്തിന്റെ ലീഡറാണ് അവരതിലൂടെ വരുന്ന സമയത്ത് എല്ലാവരും അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ആ ലേഡിയെ നമുക്ക് തൽക്കാലം ആലീസ് എന്ന് വിളിക്കാം. കാരണം എന്താണെന്ന് അവരുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. എല്ലാവർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. സോ മനസ്സിലായവര് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. എന്തായാലും ആലീസ് വന്നിട്ട് ഫുള്ളായിട്ട് പരിശോധിക്കുകയാണ്. ആലീസിന്റെ ഓർഡർ കിട്ടാനായിട്ട് ബാക്കിയുള്ള എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ആലീസ് സിഗ്നൽ കൊടുത്ത ഉടനെ തന്നെ ഒരു മിസൈല് മറ്റൊരു ഭാഗത്തേക്ക് ഇവർ അയക്കുന്നുണ്ട്. കുറച്ച് ദൂരെ ചെന്ന് അത് ബ്ലാസ്റ്റ് ആവുകയാണ്. ഇപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഇവരങ്ങോട്ടേക്ക് തന്നെ നോക്കുകയാണ്. അവർക്കുള്ള സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞു. സോ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. മോഡേൺ ആയിട്ടുള്ള വെപ്പൺസ് അവരുടെ കയ്യിലുണ്ടായിട്ടും ഇപ്പൊ ആലീസ് എടുക്കുന്നത് അവളുടെ വാളാണ്. അതിനർത്ഥം ഗണ്ണ് കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റാത്ത മറ്റെന്തോ ഒരു കാര്യം അത് അവൾക്ക് വാള് കൊണ്ട് ചെയ്യാൻ പറ്റൂ എന്നല്ലേ. ഇതേ നേരം കുറെ അപ്പുറത്തുണ്ടായിരുന്ന ആ വെളിച്ചത്തിൽ ഇവർക്ക് നേരെ വരുന്ന ആ ശത്രുക്കളെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ ഹ്യൂമൻസ് അല്ല, ഒരു തരം എട്ടുകാലികളെ പോലെ. കുറച്ച് ഭീകരമായ രീതിയിൽ വലുപ്പവും അവയ്ക്കുണ്ടായിരുന്നു. അവറ്റകളോടാണ് ഇപ്പോ ഇവർ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പടയോട്ടത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരൊറ്റ പുരുഷൻ പോലും ഇല്ല. അവർ മുഴുവൻ സ്ത്രീകളാണ്. എന്തായാലും യുദ്ധം ആരംഭിച്ചു. യാതൊരു ഭയവും ഇല്ലാതെ ആ സ്ത്രീകളുടെ സൈന്യം ഉണ്ടല്ലോ, ആ ജീവികൾക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. എന്നാൽ ഇവിടെ സീൻ കെട്ടായി. ഇതിനുശേഷം കാണിക്കുന്നത് ഇതേ ആലീസിന്റെ മകളായിട്ടുള്ള വില്ലോയാണ്. അതുപോലെ തന്നെ വില്ലോയുടെ അച്ഛൻ, അതായത് ആലീസിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സ്റ്റീവും അവിടെ തന്നെയുണ്ട്. സ്റ്റീവ് നന്നായിട്ട് കഥ പറയും. തന്റെ മകൾക്കായിട്ട് ഒരുപാട് കഥകൾ സ്റ്റീവ് പറഞ്ഞു കൊടുക്കാറുണ്ട്. സ്റ്റീവ് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഈ ഭൂമി പല തവണ നശിച്ചു പോയിട്ടുണ്ട്. അത് ചിലപ്പോ ആകാശത്തിൽ നിന്ന് വന്നവയെ കാരണമാകും, ഭൂമിയുടെ അടിയിൽ നിന്നും വന്നവ കാരണമാകാം, ചിലപ്പോഴത് മനുഷ്യര് കാരണമാകാം, ചില സമയത്ത് കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ചില സൂക്ഷ്മ ജീവികൾ കാരണമാവാം. എന്നാൽ ഇത്തവണ നമ്മുടെ ഭൂമിക്ക് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് മോളെ അത് ആരംഭിച്ചത്. ആകാശത്തിൽ നിന്നും എവിടെ നിന്നോ ഒരു ഉൽക്ക നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ചു. അതിനുശേഷം ഭൂമിയിൽ ഒരു പ്രത്യേക വാതിൽ തന്നെ രൂപപ്പെട്ടു. അതിലൂടെ ചില മൃഗങ്ങൾ, നമ്മൾ ഇതുവരെ ഭൂമിയിൽ കാണാത്ത ഒരു പ്രത്യേക തരം മൃഗങ്ങൾ പുറത്തേക്ക് വന്നു. ഏലിയൻസ് ആണ് അത്. വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അവർ മനുഷ്യനെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയന്നത് അവരുടെ ശരീരത്തിനെയോ അവരുടെ നഖങ്ങളെയോ അവരുടെ ബൈറ്റിനെയോ ഒന്നും ആയിരുന്നില്ല. അവയുടെ ദേഹത്തുണ്ടായിരുന്ന വൈറസിനെ ആയിരുന്നു. ആ വൈറസ് മനുഷ്യന്റെ ദേഹത്ത് വ്യാപിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും അവറ്റകളെ പോലെ തന്നെ രൂപം പ്രാപിക്കും. അതായത് അങ്ങ് സ്പേസിൽ നിന്ന് വന്ന ആ മാരകമായ വൈറസിനെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഭയപ്പെടുന്നത്. എന്നാൽ ഇവിടെ അസ്വാഭാവികമായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്നറിയാം മോളെ, അത് ആണുങ്ങളെ മാത്രമേ ഇൻഫെക്ഷൻ ആക്കുന്നുള്ളൂ. സ്ത്രീകളിൽ ആ ഒരു വൈറസ് അത്രത്തോളം വർക്ക് ആവാറില്ല എന്ന് കരുതി ഒരിക്കലും അവരെ ആ ഒരു വൈറസ് എഫക്ട് ചെയ്യില്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഈ ജീവികൾക്കെതിരെ പോരാടാനായിട്ട് സ്ത്രീകളുടെ ഒരു സൈന്യം തന്നെ തയ്യാറായി നിൽക്കുന്നത്. ആണുങ്ങൾക്ക് ആ ജീവികളുമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല, കാരണം അവർ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആയി പോകും. മാത്രമല്ല ഈ ഒരു ഏരിയയിലെ ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള സ്ത്രീ അതും നിന്റെ അമ്മയാണ് മോളെ, ആലീസ്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ സൈന്യത്തിന്റെ കമാൻഡർ ആയത്. യുദ്ധം ഇല്ലാത്ത സമയത്തെല്ലാം വില്ലയുടെ കൂടെ അവളുടെ അമ്മയുണ്ടാവും കേട്ടോ. ഇനിയിപ്പോ എത്ര വലിയ പോരാളിയാണെന്ന് പറഞ്ഞാലും അവർ ഒരു അമ്മയല്ലേ. തന്റെ മകളെ കിട്ടുന്ന സമയത്തെല്ലാം നന്നായിട്ട് സ്നേഹിക്കാനും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ആലീസ് ശ്രമിക്കാറുണ്ട്. മാത്രമല്ല പണ്ട് എങ്ങനെയായിരുന്നു ഈ ഭൂമി, അതിനെക്കുറിച്ചെല്ലാം അവളുടെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. കാരണം അവൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ആനിമൽസിന്റെ, ഈ ഏലിയൻസിന്റെ അറ്റാക്ക് ഭൂമിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നത്തെ ഭൂമി എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് വില്ലോയ്ക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്ന മൃഗങ്ങളെ കുറിച്ചൊക്കെ അമ്മ പറയുന്ന സമയത്ത്, അമ്മ അതിനെയൊക്കെ എനിക്ക് ഒന്നുകൂടെ കാണാൻ കഴിയുമോ, അതിപ്പോഴും ഭൂമിയിലൊക്കെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ആലീസ് പറയാണ്, മോളെ അതെല്ലാം ഭൂമിയിലുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം ഒരു നാള് തീരും, അന്ന് മോളെ ഞാൻ ഇതിനെ എല്ലാത്തിനും കാണിച്ചിരുന്നു പറയാം. മാത്രമല്ല പിറ്റേ ദിവസമാണ് നമ്മുടെ ആലീസിന് 16ാമത്തെ വയസ്സ് പൂർത്തിയാവുന്നത്. ചെറിയൊരു കേക്കെല്ലാം റെഡിയാക്കിയിട്ട് വില്ലോയും അവളുടെ അച്ഛനും അമ്മയും കൂടെ അത് കട്ട് ചെയ്യാണ് കേട്ടോ. അതായത് എല്ലാ ഒരു സൗകര്യത്തില് ഹാപ്പി ആയിട്ട് തന്നെ അവര് സമയം ചെലവഴിക്കുകയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ മകൾക്ക് വേണ്ടിയിട്ട്
ഈ ആലീസ് ഒരു തൊപ്പി തുന്നുമായിരുന്നു. അതിപ്പോ മകൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റീവും ഗിഫ്റ്റ് ആയിട്ട് ഒരു കാര്യം കൊടുക്കുന്നുണ്ട്. നൂലുകൊണ്ടുണ്ടാക്കിയ ഒരു പട്ടിയുടെ പാവയായിരുന്നു. എന്നാൽ അത് എന്ത് മൃഗമാണെന്ന് പോലും വില്ലോയ്ക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് അത് എന്താണെന്ന് സ്റ്റീവ് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും നല്ല സന്തോഷമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ. പെട്ടെന്നാണ് അവരുടെ ക്യാമ്പിൽ സൈറം മുഴങ്ങുന്നത്. അത് മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിൽക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എവാക്യുവേറ്റ് ചെയ്തോണം. കാരണം ഒരു സ്ഥലത്തും ഇവർക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയില്ല. ആ ജീവികളുടെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും അവിടുന്ന് പോയേ മതിയാവുള്ളൂ. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വേഗം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലയോട് അച്ഛനും അമ്മയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റീവന്റെ അടുത്തേക്ക് വന്നിട്ട് ആലീസ് ഭയങ്കര സങ്കടത്തിൽ ഒരു കാര്യം പറയാണ്. അവസാനത്തെ ആ ഒരു യുദ്ധം, അതായത് തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഒരു യുദ്ധം ഉണ്ടല്ലോ, ആ യുദ്ധത്തിൽ വെച്ച് ആലീസിന് അവളുടെ ഒരുപാട് പോരാളികളെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം മരിച്ചുപോയതിന്റെ ആ ഒരു സങ്കടം ഇപ്പൊ സ്റ്റീവനോട് പറയാണ്. അതായത് സ്ത്രീകൾക്ക് ആ ജീവികൾക്കെതിരെ പോരാടാം എന്ന് കഴിഞ്ഞ് അവറ്റകൾ അറ്റാക്ക് ചെയ്താൽ മരിക്കാതിരിക്കൊന്നുമില്ല കേട്ടോ, മരിച്ചു പോകും. പക്ഷെ അവറ്റകളുടെ ആ ഒരു വൈറസ് ഇൻഫെക്ഷൻ അത് സ്ത്രീകളുടെ ഉള്ളിൽ അത്ര പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല. ഇപ്പൊ ആലീസിന്റെ മുഖത്ത് ഒരു മുറിപ്പാട് കാണുകയാണ്. അത് കണ്ടപാടിന് സ്റ്റീവ് അതിൽ തൊട്ട് ഒരു ഭയത്തോട് കൂടിയിട്ട് അവളെ നോക്കുമ്പോൾ ആലീസ് പറയണ, ഇല്ല, എനിക്ക് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയില്ല. കാരണം ഈ മുറിവുണ്ടായിട്ട് ഏകദേശം 70 മണിക്കൂറായി. എന്നിട്ടും എന്റെ ശരീരത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഇനി എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ്. പിന്നീട് വേഗം തന്നെ ഇവര് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഓരോ ടീമിനെയും നയിക്കുന്നത് ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. സോ ആലീസിന് ഇവിടുന്ന് പോയേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ മകളോടും സ്റ്റീവിനോടും യാത്ര പറഞ്ഞ് മകളുടെ നെറ്റിയിൽ ഒരു ചുംബനവും കൊടുത്തുകൊണ്ട് ഇപ്പൊ ആലീസ് അവിടുന്ന് പോവാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പുരുഷന്മാർക്ക് ഒരിക്കലും ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ കഴിയില്ല. സ്ത്രീകളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആലീസിനെ പോലെയുള്ള ധൈര്യമായിട്ടുള്ള സ്ത്രീകൾ ഓരോ ടീമിനെയും നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടോ. എന്തായാലും സ്റ്റീവും അതുപോലെ നമ്മുടെ വില്ലോയും ഒരു വാഹനത്തിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ആവണല്ലോ. സോ അവരുടെ ആ ഒരു യാത്രയിലാണ് അവരിപ്പോ. ആണുങ്ങളും അതുപോലെ തന്നെ കുട്ടികളും യുദ്ധത്തിന് പോകാൻ പറ്റാത്ത സ്ത്രീകളും എല്ലാം ആ ഒരു വണ്ടിയിലുണ്ട് കേട്ടോ. അവർക്ക് കാവലായിട്ട് 2 സ്ത്രീകൾ ഗണ്ണുമായിട്ട് ആ ട്രക്കിന്റെ ഏറ്റവും പിൻഭാഗത്തും ഇരിക്കുന്നുണ്ട്. ആ നേരത്തെ സ്ത്രീകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അതായത് പണ്ടൊക്കെ പുരുഷന്മാര് വേണമായിരുന്നു എല്ലാത്തിനും, ഇപ്പൊ ഞങ്ങള് വേണം. ആണുങ്ങളുടെ ബ്രെയിന്റെ സ്ട്രക്ചർ എല്ലാം വളരെ സിമ്പിൾ ആണ്, സ്ത്രീകളുടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തിൽ വൈറസ് ഇൻഫെക്ഷൻ അങ്ങനെ വരാത്തത്. ആ ഒരു ലേഡി സോൾജിയർ ഇപ്പൊ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് ഒരു എന്താ പറയാ, നമ്മളാണ് ഇപ്പൊ മെയിൻ എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. പെട്ടെന്നാണ് വണ്ടിയുടെ ചുറ്റുമായിട്ട് എന്തൊക്കെയോ കറങ്ങി നടക്കുന്നതായിട്ട് ഡ്രൈവർക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. പിന്നീട് ആ 2 ലേഡീസ് സോൾജിയേഴ്സും പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി അവരെയും ഇപ്പൊ കാണാനില്ല കേട്ടോ. ആ ട്രക്കിന്റെ ബേക്കിലുണ്ടായിരുന്ന ആ ഒരു ഷാളിന്റെ പിന്നിലൂടെ ചെറിയൊരു നിഴല് പോകുന്നത് ഉള്ളിലുള്ള എല്ലാവരും കാണുന്നുണ്ട്. നമ്മുടെ വില്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനോട് ചേർന്നിരിക്കുകയാണ്. അവൾക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. സ്റ്റീവ് പറയണം, മോള് പേടിക്കണ്ട, അച്ഛൻ കൂടെ ഉണ്ട് എന്ന് പറയണം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു ശബ്ദവും കേൾക്കുന്നില്ല കേട്ടോ. എന്നാൽ പെട്ടെന്നാണ് ഏറ്റവും അരികിലിരുന്ന സ്ത്രീയെ ആ ഒരു ജീവി വന്ന് പുറത്തേക്ക് വലിച്ചിടുന്നത്. അതിലെല്ലാവരും പരിഭ്രാന്തരായി. ആ ട്രക്കിന്റെ പുറത്തേക്ക് എല്ലാവരും ഇറങ്ങി ഓടാൻ ആരംഭിക്കുകയാണ്. ഒരു പ്രത്യേക രൂപമായിരുന്നു ആ ഒരു മോൺസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഏലിയൻസിന് ഉണ്ടായിരുന്നു കേട്ടോ. അവറ്റകളുടെ കൈകൾക്ക് നല്ല നീളാണ്. അതുകൊണ്ട് തന്നെ അത് വെച്ച് എളുപ്പത്തിൽ മനുഷ്യരെ കൊല്ലാൻ കഴിയും. നല്ല മൂർച്ചയും അതിനുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കൈകളിൽ വൈറസും ഉണ്ട്. അപ്പൊ അതിന്റെ അറ്റാക്ക് ചെറുതായിട്ടെങ്കിലും ഒരു പുരുഷന് തട്ടിക്കഴിഞ്ഞാൽ അവൻ പതിയെ ആ ഒരു മോൺസ്റ്ററിനെ പോലെ ആയി മാറും. കുറച്ചെങ്കിലും അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ കഴിയാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് മാത്രമാണ്. എന്തായാലും ഇപ്പൊ സ്റ്റീവൻ വില്ലയെ രക്ഷപ്പെടുത്താനായിട്ട് ആ ട്രക്കിന്റെ അടിയിലേക്ക് അവളെ കൊണ്ടുപോകണം. ആ നേരത്തെല്ലാം ഒരുപാട് പേരെ ആ ഒരു ജീവി കൊന്നുകളഞ്ഞു. എന്നാൽ അപ്പോ ഇവരെ കണ്ട ആ ഒരു ജീവി ഉണ്ടല്ലോ, ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു സോൾജർ വന്നിട്ട് അതുമായിട്ട് പോരാടുന്നത്. ശക്തമായ പോരാട്ടം തന്നെ, വാളുകൊണ്ടാണ് അവർ പോരാടുന്നത്. അവസാനം ആ ഒരു ജീവിയുടെ തല വെട്ടി അവര് താഴെ കിടന്നുണ്ട് കേട്ടോ. ആ സ്ത്രീ മറ്റാരുമായിരുന്നില്ല, നമ്മുടെ വില്ലോയുടെ അമ്മയായിട്ടുള്ള ആലീസ് തന്നെയായിരുന്നു. തന്റെ മകളെയും ഭർത്താവിനെയും രക്ഷിക്കാനായിട്ട് ആലീസ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെയാണ്. എന്തായാലും വേഗം അവരെ അതിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇപ്പൊ സ്റ്റീവിനോട് പറയാണ്, നമുക്കിവിടെ നിൽക്കാൻ ഒരു കാരണവശാലും പറ്റില്ല, നേരെ കാട്ടിലേക്ക് പോവാ, ദാ ആ ഭാഗത്തേക്ക്. അതല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല, നിങ്ങൾ വേഗം പൊയ്ക്കോന്ന് പറയണം മകളെയും കൂട്ടിയിട്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾക്ക് ആ ഒരു ജീവിയുടെ അറ്റാക്ക് കാരണം ചെറിയൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോ ഒരു ലേഡി സോൾജിയർ ഗണ്ണുമായിട്ട് അയാളെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അയാൾ ഒരു മോൺസ്റ്റർ ആയി കഴിഞ്ഞാൽ അത് വീണ്ടും ഇവർക്ക് ബുദ്ധിമുട്ടാവുകയുള്ളൂ. എന്നാൽ ഈ അവസ്ഥയിൽ ആ മനുഷ്യനെ കൊല്ലാനായിട്ട് ഈ ലേഡിക്ക് കഴിയുന്നില്ല. എന്നാൽ അപ്പോഴേക്കും അയാളുടെ കണ്ണുകളിൽ നിന്നും ഒരു കറുത്ത ദ്രാവകം പുറത്തേക്ക് ഒലിക്കാൻ ആരംഭിക്കുകയാണ്. അതായത് ആ ഒരു ഇൻഫെക്ഷൻ അവരുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ടും പടർന്നു കഴിഞ്ഞു എന്നതിന്റെ ആ ഒരു സിഗ്നലാണ് കണ്ണിൽ നിന്നും ഇതുപോലെ കറുത്ത രക്തം പുറത്തേക്ക് വരുന്നത്. പിന്നൊന്നും അവർ നോക്കിയില്ല, അയാൾ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നുകളയാണ്. ഇതേ നേരം തന്നെ കാടിന്റെ ഏതോ ഒരു ഭാഗത്തേക്ക് ആലീസും അവളുടെ ടീമും ഇതുപോലെ രക്ഷപ്പെട്ടവർ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ആലീസിന് സ്റ്റീവിന്റെയും മകളുടെയും കൂടെ പോകാൻ കഴിയില്ല. ബാക്കിയുള്ളവരെ കൂടെ റെസ്ക്യൂ ചെയ്യണം, അതുപോലെ യുദ്ധത്തിന് പോകണം. അതുകൊണ്ട് തന്നെ സ്റ്റീവിനോടും വില്ലോടും പറയാണ്, നിങ്ങൾ എന്തായാലും ഉൾക്കാട്ടിലേക്ക് പോയിക്കോ, ഇത്രത്തോളമേ എനിക്ക് വരാൻ കഴിയുള്ളൂ, ഞാൻ നിങ്ങളെ കവർ ചെയ്തോളാന്ന് പറയാണ്. എന്നാൽ അത് വലിയൊരു ത്യാഗം തന്നെയായിരുന്നു കേട്ടോ. പോകുന്നത് ഒരു യുദ്ധത്തിനാണ്. ആലീസ് വരുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. സ്റ്റീവിന് പോകാനാണെങ്കിൽ ഒരു താല്പര്യമില്ല. പിന്നീട് മനസ്സ് കല്ലാക്കിക്കൊണ്ട് മകളെയും കൂട്ടിക്കൊണ്ട് സ്റ്റീവ് ആ കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. അതായത് കാടിന്റെ മറുഭാഗത്തേക്ക്. ആ രാത്രിയിൽ തന്നെ ഇവർ രണ്ടുപേരും കുറച്ചധികം ദൂരം നടന്നു. ഇപ്പൊ ചെറിയൊരു തടാകത്തിന് അരികിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ബോട്ട് കാണുന്നുണ്ട്. എന്തായാലും അത് ഉപയോഗിച്ച് ഇനി വെള്ളത്തിലൂടെ പോവാന്ന് സ്റ്റീവ് തീരുമാനിച്ചു.
തീരുമാനിക്കുകയാണ്. കാരണം ഈ ജീവികൾക്ക് വെള്ളത്തിലൂടെ അങ്ങനെ നീന്താൻ അറിയില്ല. അങ്ങനെ ആ ഒരു ബോട്ടിലേക്ക് വന്ന് അതിന്റെ മുകളിലുള്ള ആ ഒരു ഷീറ്റെല്ലാം മാറ്റുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാടിനുള്ളിൽ നിന്നും ആരൊരാൾ ഇവര് വിളിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് വരുമോ, ഒന്ന് രക്ഷിക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ടപാട് തന്നെ വില്ലൻ അച്ഛൻ്റെ അടുത്ത് അച്ഛാ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, ആരും അവിടെ ഉണ്ട്, നമുക്ക് രക്ഷപ്പെടുത്താന്ന് പറയണം. അപ്പൊ തന്നെ സ്റ്റീവ് പറയുന്നുണ്ട്, മോളെ നീ പുറം ലോകത്തേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നത് നീ വിചാരിക്കുന്നത് പോലെയല്ല. ഈ പുറത്തുള്ള ലോകം ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് ട്രാപ്പുകൾ ഉണ്ട് ഇവിടെ മോളെ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങനെ പോകാൻ പാടില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ട് റെഡിയാക്കി പോകാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾ വന്നപാടെന്ന് ചോദിക്കുന്നത്, നിങ്ങൾ ആരാ? ഈ കിടക്കുന്നത് എന്റെ ബോട്ടാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ തന്നെ സ്റ്റീവ് പറയണത്, ഏയ് ഒന്നും വേണ്ട, ഞങ്ങൾ ഫുഡ് ഉണ്ടോ നോക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഈ വന്ന ആളുടെ കയ്യിലാണെങ്കിൽ ഒരു ഗണ്ണും ഉണ്ട് കേട്ടോ. വല്ല ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ, അയാൾക്ക് ഭയം തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടാണ് സ്റ്റീവ് അയാളോട് സംസാരിക്കുന്നത്. എന്നാൽ അയാൾക്ക് എന്തോ ഒരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത്, സത്യം പറ, നിങ്ങൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് പറഞ്ഞ ആ ഒരു ഗണ്ണ് വെച്ച് വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഇത് കണ്ട വില്ലോ ആകെ പേടിച്ചു പോവാണ്. അച്ഛന്റെ പിന്നിൽ പോയിട്ട് അവൾ നിൽക്കുകയാണ്. അതേ നേരം തന്നെ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോൾ അയാൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. ആ നേരത്ത് അയാളുടെ ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് ഒരു മുറിവ് ഇപ്പൊ സ്റ്റീവ് കാണുകയാണ്. അതിനർത്ഥം ആ മൃഗം കാരണം ഇയാൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു. സോ അയാളുടെ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ടാവും. അതായത് വളരെ ശാന്തമായിട്ട് സംസാരിച്ച സ്റ്റീവ് ഇപ്പൊ മറ്റൊരു ഐഡിയ എടുക്കുകയാണ്. സ്റ്റീവ് പറയണത്, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ബോട്ട് എടുക്കാൻ തന്നെയാണ്, പക്ഷെ നിന്റെ ബോട്ടിൽ ഒട്ടും പെട്രോൾ ഇല്ലല്ലോ. പെട്രോൾ ഉള്ള സ്ഥലം എനിക്കറിയാം, വാ നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ട് അത് എടുത്തിട്ട് വരാന്ന് പറയണം. എന്നാൽ അയാൾക്ക് സ്റ്റീവിനെ വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഗൺ പോയിന്റിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് സ്റ്റീവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. എന്നാൽ നല്ലൊരു അവസരം കിട്ടിയപ്പോൾ സ്റ്റീവ് കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അയാളെ കൊന്നുകളയാണ്. ഒരു കാരണവശാലും ഒരു സാധാരണക്കാരനാണെങ്കിൽ, ഇൻഫെക്റ്റഡ് ആവാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റീവ് അയാളെ കൊല്ലില്ല. അങ്ങനെ ഒരാളല്ല സ്റ്റീവ്. പക്ഷെ അയാൾ ഇൻഫെക്റ്റഡ് ആണ്. ഇനി എന്തായാലും അയാൾക്ക് ജീവിച്ചിരിക്കാനും കഴിയില്ല. അയാളെ ജീവനോട് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്റ്റീവ് അയാളെ കൊന്നുകളഞ്ഞത്. പിന്നീട് ആ ഒരു ബോട്ട് എടുത്തുകൊണ്ട് മകളുമായിട്ട് നേരെ ആ ഒരു തടാകത്തിലൂടെ കുറെ അധികം ദൂരം സഞ്ചരിച്ച് പിന്നെ ഒരു കടലിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. അതും കടന്നുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറെ അധികം മലകളുള്ള വലിയൊരു ദ്വീപിലേക്ക് വരികയാണ്. ആ ദ്വീപിൽ ഇപ്പോൾ ഇവര് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. നല്ല ഹൈറ്റുള്ള മലകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഈ ഒരു ദ്വീപിലേക്ക് സ്റ്റീവും അതുപോലെ തന്നെ വില്ലോ ഇവര് വന്നിട്ട് ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. ഇപ്പൊ വില്ലയോ കാണിക്കുകയാണ്, അവളിങ്ങനെ ബോറടിക്കുന്ന സമയത്ത് മലയുടെ ഓരോ ഭാഗത്ത് വന്നിരിക്കുക കേട്ടോ. മെയിനായിട്ട് ആൾക്കാരൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് അവൾ എപ്പോഴും നോക്കും. അവിടെ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഫോടനങ്ങൾ നടക്കുന്നതിന്റെയും അതിന്റെ ആ ഒരു ബ്ലാസ്റ്റിന്റെയും ഓരോന്ന് അവൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. പെട്ടെന്നാണ് വലിയൊരു പക്ഷി അവിടെ ഉണ്ടായിരുന്ന ഒരു മലയിടുക്കിലേക്ക് പറന്നു പോകുന്നത് അവൾ കാണുന്നത്. അവൾക്ക് ഒരു ആകാംക്ഷ തോന്നുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു പക്ഷി പറന്നുപോയി കയറിയ ആ സ്ഥലം അവൾ കണ്ടുപിടിച്ചു. നേരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. നോക്കുമ്പോൾ ആ പക്ഷിയുടെ കൂടായിരുന്നു അത്. അതുപോലെ തന്നെ അതിൽ ഒരു 4-5 മുട്ടയുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരെണ്ണം മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം ഇപ്പൊ വില്ല എടുക്കുകയാണ്. ഇപ്പോ അമ്മ പക്ഷിയോട് സംസാരിക്കുന്നത് പോലെ അവള് പറയുന്നുണ്ട്, അമ്മ പക്ഷി എന്നോട് ക്ഷമിക്കണം കേട്ടോ, വിശപ്പടക്കാനൊന്നുമില്ല, ഭക്ഷണമൊക്കെ കഴിയാനായിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ ഈ മുട്ടകൾ എടുക്കുന്നത്, എന്നോട് ക്ഷമിക്കണേ. അങ്ങനെ അതും പറഞ്ഞ് ആ മുട്ടകൾ എടുത്തുകൊണ്ട് നേരെ അവരുടെ ആ ഒരു കുടിലിന്റെ അടുത്തേക്ക് വില്ല പോവുകയാണ്. ഇതിനുശേഷം സ്റ്റീവിനെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ദ്വീപിലേക്ക് ഇവരിപ്പോ വന്നിട്ട് കുറച്ച് മാസങ്ങളായി. സ്റ്റീവിന്റെ മുഖം കണ്ടാൽ അത് നമുക്ക് മനസ്സിലാവും. താടിയും മുടിയൊക്കെ നീണ്ട് ഒരു കാട്ടാളൻ രൂപമായിട്ടുണ്ട് അവനിപ്പോ. ഇപ്പൊ സ്റ്റീവിന്റെ അടുത്തേക്ക് വില്ല വരുന്നുണ്ട്. വില്ല നടന്ന കാര്യങ്ങളൊക്കെ പറയണേ, അച്ഛാ ഞാനൊരു പക്ഷിക്കൂട് കണ്ടു കേട്ടോ, മലയുടെ മുകളിലായിരുന്നു. അതിന്റെ ഉള്ളിൽ കയറി ചെന്ന് നോക്കിയപ്പോൾ മുട്ടകൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നൈസായിട്ട് സാധനം ഇങ്ങോട്ടേക്ക് ചൂണ്ടിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ സ്റ്റീവിന്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട് കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ആവശ്യമില്ലാതെ ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകാൻ പാടില്ല എന്ന്. ആ മലയുടെ മണ്ടയ്ക്കൊക്കെ വലിഞ്ഞു കയറുന്ന സമയത്ത് എങ്ങാനും പിടുത്തം വിട്ട് പോയാലോ, താഴേക്ക് വീഴില്ല, നീ സൂക്ഷിക്കണ്ടേ മോളെ. എന്തായാലും മുട്ട കൊണ്ടുവന്നതല്ലേ, അത് പാചകം ചെയ്യാനുള്ള കാര്യങ്ങൾ നീ നോക്കിയാൽ ഞാൻ വിറകുമായിട്ട് അങ്ങോട്ടേക്ക് വരാന്ന് പറയണം. എന്നാൽ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മുടെ വില്ലോയ്ക്ക് ഇഷ്ടമില്ല. അയ്യേ അച്ഛ, പാചകം ഇതിങ്ങനെ മടുത്ത് വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ ആ വിറകുണ്ടാ, ഞാൻ വിറക് വെട്ടാം. അതുപോലെ ഈ ആയുധങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കുക അതെനിക്ക് നന്നായിട്ട് പറഞ്ഞ. എനിക്ക് എന്റെ അമ്മയെ പോലെ നല്ല പോരാളി ആവണം അച്ഛ. ഓഹോ, നിനക്ക് നിന്റെ അമ്മയെ പോലെ നല്ല പോരാളി ആവണല്ലേ, ആയിക്കോട്ടെ വാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറയണം. ഒരു ചെറിയ വടി അവളുടെ കയ്യിൽ കൊടുത്തു. സ്റ്റീവും ഒരു വടി കയ്യിൽ പിടിക്കുന്നുണ്ട്. അവൾക്ക് ചെറുതായിട്ട് ഫൈറ്റിംഗ് പറഞ്ഞു കൊടുക്കണം. സ്റ്റീവിന്റെ കാലിന് തീരെ വയ്യ കേട്ടോ, ഞൊണ്ടിയാ നടക്കുന്നത്. കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്നാലും സ്റ്റീവിനോടൊന്നും മുട്ടി നിൽക്കാനൊന്നും വില്ലോയ്ക്ക് കഴിയുന്നില്ല കേട്ടോ. അതിനൊരു കാരണമുണ്ട്, അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും ആ ഒരു ഫൈറ്റിൽ അവൾ തോറ്റു. അതുപോലെ തന്നെ സ്റ്റീവ് മകളോട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നീ നിന്റെ അമ്മയെ പോലെ തന്നെ നല്ല പോരാളിയാ, ഞാൻ വിചാരിച്ചതുപോലെയല്ല കേട്ടാ. എന്തായാലും നാളെ മുതൽ നമുക്ക് പ്രാക്ടീസ് നന്നായിട്ട് തന്നെ തുടങ്ങാം. ഇപ്പൊ വാ നമുക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്ന ആ ഒരു മുട്ടയൊക്കെ സ്റ്റീവ് തന്നെ പാചകം ചെയ്യാണ്. അതേ നേരം തന്നെ വില്ലോയാണെങ്കിൽ അവളുടെ മുടി അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ആ നേരത്ത് അവളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. എന്താ പറ്റിയെന്ന് മകളോട് ഇപ്പൊ സ്റ്റീവ് ചോദിച്ചു നോക്കുന്നുണ്ട്. ഒന്നുമില്ല അച്ഛ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ മുടിയൊക്കെ അമ്മ തന്നെ നന്നാക്കി തരുമായിരുന്നു. ഞാൻ തന്നെ ഇപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അച്ഛ. ഇത് കേട്ടപാടിന് സ്റ്റീവ് നേരെ വില്ലോയുടെ അടുത്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ അമ്മ, അതായത് ആലീസ് എങ്ങനെയാണോ അവളുടെ മുടി കെട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ സ്റ്റീവ് കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് വളരെ സങ്കടത്തിൽ സ്റ്റീവും പറയുന്നുണ്ട്, മോളെ നിനക്ക് മാത്രമല്ല എനിക്കും അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ നേരം വില്ലോയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്ന് സ്റ്റീവിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. പിന്നീട് മോളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് അവളെ ഒന്ന് ചില്ല് ചെയ്യിക്കാനായിട്ട് സ്റ്റീവ് വീണ്ടും ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ സ്റ്റീവിന് നന്നായിട്ട് കഥ പറയാൻ അറിയാം. അങ്ങനെ സ്റ്റീവ് കഥ പറയാൻ ആരംഭിക്കുകയാണ്. ഒരു കാട്ടിൽ ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. അസാമാന്യ ശക്തി അയാൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ധൈര്യവും. ഒരു ദിവസം അയാളെ
മോളെ വ്യത്യസ്തമായ ഒരു കാര്യം കാണുകയാണ്. ആകാശത്തിൽ നിന്നും എന്തോ ഭൂമിയിൽ വന്നു വീണു. അതിലൂടെ ഒരുപാട് ജീവികൾ അയാൾ അറ്റാക്ക് ചെയ്യാൻ വന്നു. ശക്തനും ധൈര്യശാലിയായിട്ടുള്ള ആ ആളുണ്ടല്ലോ, ആ മൃഗങ്ങളെല്ലാം ധൈര്യത്തോട് കൂടിയിട്ട് പോരാടി തോൽപ്പിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വില്ല് പറയാണ്, എന്റെ പൊന്നച്ഛ എനിക്ക് നന്നായിട്ട് അറിയാം, അച്ഛൻ കഥ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്ന കാര്യങ്ങളെല്ലാം അച്ഛന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതെ, അവളുടെ ഊഹം ശരിയായിരുന്നു. അതായത് സ്റ്റീവ് ഒരു മരം വെട്ടുകാരനായിരുന്നു, നല്ല ധൈര്യവും ആരോഗ്യമുള്ള ആള്. അയാൾ നേരിട്ട് കണ്ടതാണ് ആകാശത്തിൽ നിന്നും എന്തോ ഒന്ന് ആ ഒരു ദ്വീപിലേക്ക് വന്ന് വീഴുന്നതും ഈ സംഭവിച്ചതെല്ലാം. പിന്നീട് ആ ജീവികളുമായിട്ട് സ്റ്റീവ് പോരാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവറ്റകളുടെ തല അടിച്ച് പൊളിച്ചാലാണ്, അല്ലെങ്കിൽ അത് വെട്ടിയെടുത്താലാണ് ആ ജീവി ചാവുള്ളൂ. അത് കണ്ടുപിടിച്ചതും സ്റ്റീവ് തന്നെയാണ്. സോ ഈ കാര്യങ്ങളെല്ലാം വില്ലോയും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വില്ലോയുടെ സ്റ്റീവ് പറയണം, മോളെ ഈ കാര്യങ്ങളെല്ലാം അടുത്ത ജനറേഷനോട് പറഞ്ഞു കൊടുക്കേണ്ടത് അത് മോളുടെ കൂടെ ചുമതലയാണ്. എന്തായാലും ഒരു നാൾ ഭൂമിയിൽ നിന്നും ഇവറ്റകളെ മുഴുവനായിട്ട് നമ്മൾ മനുഷ്യരില്ലാതാക്കിയിരിക്കും. പുതിയൊരു ലോകം ഉണ്ടാവും. അത്രയും കാലം ഈ ഒരു വിവരങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ? മോൾക്ക് അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ സ്റ്റീവ് കുറച്ച് ബോംബുകളുമായിട്ട് നേരെ കടൽ തീരത്തേക്ക് പോവാണ്. അതായത് എന്തെങ്കിലും ഈ ഒരു ദ്വീപിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വരാനായിട്ട് ഒരു വഴിയാണുള്ളത്. സോ ബീച്ചിന്റെ ആ സൈഡിലായിട്ട് പല ബോംബുകളും സ്റ്റീവ് സെറ്റ് ചെയ്തിട്ട് ഇതിലൂടെ എങ്ങാനും ആ ഒരു ജീവികൾ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊട്ടാൻ ഭാഗത്തിന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വെള്ളത്തിലൂടെ ആ ഒരു ജീവികൾക്ക് വരാനൊന്നും കഴിയില്ല. പക്ഷെ എങ്ങാനും അവറ്റകൾ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് സ്റ്റീവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നീട് അച്ഛനും മകളും രണ്ടുപേരും മലയുടെ മുകളിൽ പോയിട്ട് ബൈനോക്കുലർ ഉപയോഗിച്ചുകൊണ്ട് അപ്പർ സൈഡിൽ, അതായത് ഈ ജീവികളും യുദ്ധം നടക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു ജീവികൾ കടൽ തീരത്ത് വന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും അവർ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല. സോ അവർ വെള്ളത്തിലേക്ക് ഇറങ്ങാത്ത അത്രയും കാലത്തോളം ഇവർ ഈ ഒരു ദ്വീപിൽ സേഫ് ആണ്. അതുപോലെ തന്നെ ആ ജീവിയുടെ ചില പ്രത്യേകതകൾ സ്റ്റീവ് ഇപ്പോ മകളായിട്ടുള്ള വില്ലോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവറ്റകൾക്ക് കണ്ണില്ല, എന്നാൽ ബാക്കി കണ്ണിനേക്കാളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സെൻസറി ഓർഗൻസ് അതിനുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം അവറ്റകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അവരുടെ ബ്രെയിനുകൾ പരസ്പരം കണക്റ്റഡ് ആണ്. ആ കൂട്ടത്തിൽ ഒരാൾ എന്തെങ്കിലും കണ്ടാൽ മതി, അതെല്ലാവർക്കും അവർ പാസ് ചെയ്യും. അങ്ങനെയാണ് ഇവറ്റകൾ ഇത്രയും പെട്ടെന്ന് ഇവിടെ സ്പ്രെഡ് ആയതും അവറ്റകൾക്ക് കൂട്ടമായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നതും മനുഷ്യനെ പോലെ ഓർഗനൈസ് ആയി യുദ്ധത്തിൽ ഇവറ്റകൾ വരുന്നതും എല്ലാത്തിനും കാരണം ഇതാണ്. എന്തായാലും ഇതിനുശേഷം മകളെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തന്നെ സ്റ്റീവ് തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ഈ പട്ടാളക്കാർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കില്ലേ, അതേ രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ആ രീതിയിൽ തന്നെ മകളെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ ജീവികളോട് യുദ്ധം ചെയ്യാനും പോരാടാനൊക്കെ നല്ല കരുത്തും നല്ല വേഗതയും നല്ല സ്കില്ലും വേണം. അതെല്ലാം അവളുടെ അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുക. വാൾപ്പയറ്റിലൊക്കെയുള്ള ഇപ്പൊ വില്ലോയുടെ ആ ഒരു സ്കില്ല് കണ്ടിട്ട് ശരിക്കും സ്റ്റീവിന് ആലീസിന് തന്നെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അന്നത്തെ പരിശീലനം എല്ലാം കഴിഞ്ഞ് ഇവർ നേരെ വീട്ടിലേക്ക് പോവാണ്. മാത്രമല്ല സ്റ്റീവ് അവന്റെ ആ ഒരു ഫാമിംഗ് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, കുറച്ച് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ എന്തോ ഒരു സാധനം മുളച്ചു നിൽക്കുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് സ്റ്റീവ് വേഗം അത് പറിച്ചെടുത്ത് നേരെ മകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോളെ ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ? ഒരു സർപ്രൈസ് ആണെന്ന് പറയണം. ഇപ്പൊ വില്ലോ പറയണ വല്ല പ്രാണികളായിട്ടാണോ വെച്ചാ അതൊന്നും അല്ല മോളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്റ്റീവ് കൈ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നല്ല ചുവന്ന് തൊടുത്ത സ്ട്രോബെറി ആയിരുന്നു അത്. നല്ല രുചിയായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. എന്തായാലും വില്ലും അത് കഴിച്ചിട്ട് അച്ഛാ എന്തൊരു ടേസ്റ്റ് ആയതിന്, ഇത് ഇനിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല കേട്ടോ, ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സ്റ്റീവ് പറയണ മോളെ ഞാൻ കരുതി ഇതൊക്കെ നശിച്ചു പോയെന്ന്. ഭയങ്കര രസമാണ് ഇതൊക്കെ കഴിക്കാനായിട്ട്. അതൊക്കെ ഒരു കാലം എന്ന് പറഞ്ഞിട്ട് പഴയ ഓരോ കഥകളൊക്കെ സ്റ്റീവ് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ വില്ലും അച്ഛൻ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് നല്ല ശുദ്ധമായ വെള്ളം വരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ക്യാനിൽ ആ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്താണ് തീരത്ത് ഒരാളെ അവൾ കാണുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോ അതൊരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. എന്തായാലും കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പറ്റുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഓക്കെ, ഇനി നമുക്ക് കഥയുടെ ബാക്കി കേൾക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ വില്ലോ എപ്പോഴത്തെയും പോലെ തന്നെ വെള്ളം എടുക്കാൻ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് കടൽ തീരത്ത് ഒരു പെൺകുട്ടിയെ കാണുകയാണ്. സോ മനുഷ്യരാരും ഇങ്ങോട്ടേക്ക് വരാറില്ല. ഇതുവരെയായിട്ടും കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ കണ്ട സമയത്ത് വില്ലോയ്ക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് ഇപ്പൊ ഭയവും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു പെൺകുട്ടി തീരത്ത് നിന്നും ആ ഒരു വെള്ളത്തിൽ നിന്നും നേരെ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവിടെ എന്തുണ്ട്? അവളുടെ അച്ഛൻ സ്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ച ബോംബുകളുണ്ട്. അപ്പൊ വേഗം തന്നെ നമ്മുടെ വില്ല് ഉറക്കിനെ വിളിച്ചു പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരാൻ പാടില്ല, നീ അവിടെ നിൽക്കുക എന്നിട്ട് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് അവൾ ആ ഒരു ചരടിൽ ചവിട്ടാതെ ആ ഒരു പെൺകുട്ടിയെ വില്ലോ രക്ഷപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ നന്നായിട്ട് ഭയന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വില്ലോ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോവാതെ നേരെ വില്ല ഇടക്കിടക്ക് വന്നിരിക്കാറുള്ള ഒരു ഗുഹയുണ്ട്, അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. വില്ലോ ആണെങ്കിൽ അവളുടെ എല്ലാ സാധനങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൾക്ക് കുടിക്കാനായിട്ട് വെള്ളം, ഒരു ഇച്ചിരി ഭക്ഷണം കയ്യിലുണ്ടായിരുന്നു, അതും ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് നല്ലോണം റിലാക്സ് ആവാൻ പറയുന്നുണ്ട്. അവൾ നോക്കിയതിനു ശേഷം അവൾക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയുന്നത്, ഞാനും എന്റെ ചേട്ടനും അതുപോലെ തന്നെ ഞാനും കൂടെ എന്റെ മുത്തശ്ശിയുടെ വീട് നോക്കി പോവായിരുന്നു. ഒരു ബോട്ടിലായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ചിരുന്നത്. പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് വന്ന ആ ജീവികള് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. എന്റെ അച്ഛനെയും ചേട്ടനെയും ആ ജീവികൾ കൊന്നു കളഞ്ഞു. ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. പിന്നെയാണ് ഈ ദ്വീപിലേക്ക് നീന്തി വന്നത്. ഈ സമയത്ത് വില്ല ചോദിക്കണം, അല്ല ആ ജീവികൾക്ക് അതിന് വെള്ളത്തിൽ നീന്താൻ അറിയോ? എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് അവറ്റകൾക്ക് നീന്താൻ അറിയില്ല എന്നാണല്ലോ. ഇപ്പൊ ഈ ഒരു പെൺകുട്ടി പറയണ അവറ്റകൾക്ക് നീന്താനും അറിയാം, അവരത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ തന്നെ വില്ലോയ്ക്ക് മനസ്സിലായി ഈ ദ്വീപിലും അധിക കാലം
സേഫ് ആയിട്ട് ഇവർക്ക് ഇനി നിൽക്കാൻ കഴിയില്ല. ഞാൻ എന്തായാലും അച്ഛനോട് ഈ ഒരു കാര്യം പറയട്ടെ എന്നുണ്ട് വില്ലു പോകാൻ നിൽക്കുമ്പോൾ ആ പെൺകുട്ടി പറയണത് ദയവ് ചെയ്ത് എന്നെ ഒറ്റയ്ക്കാക്കി പോവില്ലേ, എനിക്ക് ഭയങ്കര പേടിയാന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം വില്ലു അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നേരെ അച്ഛന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ആ കാട്ടിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ അവൾക്ക് എന്തോ ഒരു തോന്നല്, അതായത് എന്തോ ഒന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെ. വേഗം തന്നെ വില്ലു അവളുടെ കയ്യിലുണ്ടായിരുന്ന വാള് കയ്യിലേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇനി എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് തന്നെ. എന്നാൽ പെട്ടെന്ന് മരങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടേക്ക് ഓടി വന്നത് മറ്റാരും ആയിരുന്നില്ല, അവളുടെ അമ്മയായിരുന്നു. അവളുടെ അമ്മയുടെ മുഖത്താണെങ്കിൽ നല്ല ഭയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വില്ലയോട് വളരെ ധൃതിയിൽ വാ നമുക്ക് ഇവിടുന്ന് പോകാം, ഇനി ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്തോ ഒരു വലിയ അപകടം ഇങ്ങോട്ടേക്ക് വരാൻ പോവാണ്. അപ്പൊ വില്ലോ അമ്മയായിട്ടുള്ള ആലീസിനോട് പറയണ അമ്മ അപ്പൊ അച്ഛനെ കൂട്ടണ്ടേ, അച്ഛൻ അവിടെ ഒറ്റയ്ക്കല്ലേ, നിന്റെ അച്ഛൻ ഒന്ന് പൊയ്ക്കേ അവിടുന്ന്, ആ കാലിന് വയ്യാത്ത അയാൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടെ പണിയാവും, അതുകൊണ്ട് നീ വന്നേന്ന് പറയണം. എന്നാൽ വില്ലോ സമ്മതിക്കുന്നില്ല, അച്ഛനെ കൂട്ടിയിട്ടേ വരുള്ളൂ എന്ന് പറയണം. അപ്പൊ മുതൽ ആലീസിന്റെ സ്വഭാവത്തിന് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ, ഭയങ്കരമായിട്ട് ആലീസിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ അവളുടെ കണ്ണിൽ നിന്നും ആ ഒരു കറുപ്പ് നിറം ഒലിച്ചിറങ്ങുകയാണ്. അതായത് ആലീസിന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അല്ലാതെ ആലീസ് ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. എന്തായാലും അത് കണ്ട് പേടിച്ച് വിറച്ച് വില്ലോ ചാടി എഴുന്നേൽക്കുകയാണ്. അത് അവളുടെ വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. അതായത് ആ പെൺകുട്ടിയുടെ കൂടെ ആ ഗുഹയിൽ തന്നെ അവൾ കിടന്നുറങ്ങിപ്പോയി. ഒരു രാത്രി കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ വില്ലോ അറിയുന്നത് കേട്ടോ. അവള് വേഗം എഴുന്നേറ്റപാട് തന്നെ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. പിന്നീട് ആ ഒരു വീടിന്റെ അടുത്ത് എത്തിയപാട് തന്നെ അവള് വേഗം പോയിട്ട് കഥക്ക് തുറക്കുകയാണ്. അതേ നേരം തന്നെ സ്റ്റീവ് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് നേരെ അങ്ങോട്ടേക്ക് ചൂണ്ടുന്നുണ്ട്. അതായത് ഇനിയിപ്പോ വല്ല ജീവികളായിരിക്കും എന്ന് കരുതിയിട്ട്. എന്നാൽ അത് മോളായിരുന്നു കേട്ടോ. വില്ലോയെ കണ്ടപാട് തന്നെ സ്റ്റീവ് ചോദിക്കുന്നുണ്ട്, മോളെ നീ എവിടെയായിരുന്നു, ഞാൻ ആകെ പേടിച്ചു പോയി. ഇപ്പൊ വില്ലോ പറയണ അച്ഛാ ഇന്നലെ രാത്രി കാട്ടിൽ വെച്ച് എനിക്ക് വഴി തെറ്റിപ്പോയി, പിന്നെ നേരം വെളുത്തപ്പോഴാണ് എനിക്ക് വഴിയൊക്കെ മനസ്സിലായത്. എന്തായാലും സ്റ്റീവ് നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. മകളെ കെട്ടിപ്പിടിച്ച് അയാൾ കുറച്ചുനേരം അങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല നമ്മുടെ വില്ലോ ഇവിടെ വെച്ചൊരു നുണ പറഞ്ഞു. ഇപ്പൊ വന്ന ആ ഒരു പെൺകുട്ടിയുടെ കാര്യം അച്ഛനോട് പറയാൻ എന്തോ ഒരു മടിയോ പേടിയോ അവൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം മറച്ചു വെക്കുകയാണ്. എന്തായാലും സ്റ്റീവ് ഇപ്പോ വില്ലോട് പറയണം, മോൾ എന്തായാലും ജീവനോട് വന്നല്ലോ, അച്ഛൻ അത് മതി, നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല മോളെ, അതുകൊണ്ടല്ലേ അച്ഛൻ ഇത്ര ഭയവും പേടിയൊക്കെ, അതുകൊണ്ടല്ലേ നിന്നോട് ഒരുപാട് ദൂരേക്കൊന്നും രാത്രിയാകുന്ന സമയത്ത് പോകലേന്ന് പറയുന്നത്. അതുപോലെ മോളെ വേറൊരു വിഷയമുണ്ട്, നമ്മളിനി ഭക്ഷണം ആദ്യത്തേതുപോലെ ഒരുപാട് കഴിക്കാൻ പാടില്ല, കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ, ഭക്ഷണം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്താണ് വില്ലോ അച്ഛനോട് ഒരു കാര്യം ചോദിക്കുന്നത്. അച്ഛന്റെ കയ്യിൽ ഗണ്ണ് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ, ഇത് എവിടെ നിന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു ഗണ്ണ് കിട്ടിയത്, ഇനിയിപ്പോ അത് മറച്ചു വെക്കാൻ പറ്റില്ല. സ്റ്റീവ് ആ രഹസ്യം പറയാണ്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവരിങ്ങോട്ടേക്ക് ഒരു ബോട്ടുമായിട്ട് വന്നില്ലേ, അതിന്റെ ഒരു ഓണർ അവരടുത്ത് വന്നിട്ട് സംസാരിച്ചായിരുന്നല്ലോ. അയാളെ കൊന്നിട്ടാണല്ലോ സ്റ്റീവ് ആ ബോട്ടുമായിട്ട് വന്നത്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണാണ് ഇപ്പൊ സ്റ്റീവിന്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ സ്റ്റീവ് വില്ലോട് ഒരു കാര്യം പറയുന്നുണ്ട്, മോളെ അയാളെ കൊല്ലുകയല്ലാതെ അച്ഛന് വേറൊരു നിവൃത്തിയില്ലായിരുന്നു, കൊല്ലാതെ ഇരുന്നിട്ടും യാതൊരു കാര്യമില്ല, അയാൾ ഇൻഫെക്റ്റഡ് ആണ്, അധികം വൈകാതെ അയാളൊരു മോൺസ്റ്റർ ആകുമായിരുന്നു. സോ അങ്ങനെയാണ് എന്റെ കയ്യിലേക്ക് ഈ ഒരു ഗണ്ണ് വന്നതെന്ന് മകളോട് പറയുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും കുറച്ചുനേരം കൂടെ വിശ്രമിക്കുകയാണ്. പിന്നീട് അച്ഛൻ ഉറങ്ങി എന്ന് ഏകദേശം കൺഫേം ആയപ്പോ വില്ല് എന്താക്കി 2 ക്യാൻ ഫുഡ് എടുത്തുകൊണ്ട് നേരെ ആ ഗുഹയിലേക്ക് ഓടുകയാണ് കേട്ടോ. ആ പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് അവൾ അത് കയ്യിൽ കിട്ടിയപാട് തന്നെ ആർത്തിയോട് കൂടിയിട്ട് അത് കഴിക്കുകയാണ്. ഇപ്പൊ വില്ലോ പറയണ പതിയെ നിനക്കുള്ളത് തന്നെയാണിത്. എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം വില്ലോ കൊണ്ടുവന്ന അവളുടെ പുസ്തകം ഇപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിലിങ്ങനെ ഓരോ മൃഗങ്ങളും പഴയ ചെടികളും പഴയ പൂന്തോട്ടങ്ങളും ഇതൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നും വില്ലോ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് അവൾ ഇതൊക്കെ നോക്കുന്നത്. അതുപോലെ തന്നെ വില്ലോയോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഒറ്റയ്ക്കാണോ? ഇപ്പൊ വില്ലോ പെൺകുട്ടിയോട് പറയുന്ന ഒരു കാര്യം, അതെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. എന്തിനാണെന്ന് അറിയില്ല, അവൾ അവിടെ വെച്ചൊരു നുണ പറയുന്നുണ്ട്. മാത്രമല്ല വില്ലോയ്ക്ക് അച്ഛൻ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുമല്ലോ, ആ കഥകൾ അതുപോലെ തന്നെ വില്ലോ ഈ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവളുടെ അച്ഛന്റെ കഥകൾ തന്നെ, ആ ജീവികൾ വന്നതും അവയുടെ തലച്ചോറ് അത് വെട്ടി മുറിച്ചിടണം, എന്നാലേ അവറ്റകൾ ചാവുള്ളൂ. പിന്നീട് അവറ്റകൾ കടിച്ചു കഴിഞ്ഞാൽ മനുഷ്യരും അവരെ പോലെ തന്നെയാകും. അങ്ങനെ രൂപം മാറിയ മനുഷ്യനെയും ആ ഒരു ഹീറോ വേട്ടയാടിയിട്ടുണ്ട്. അവളുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും വില്ലോ ഈ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു വൈറസ് ഇൻഫെക്റ്റ് ആവുക കൂടുതലായിട്ടും ആണുങ്ങളിലാണ് എന്ന് കരുതി പെൺകുട്ടികളിൽ അത് ഇൻഫെക്റ്റ് ആവൂല എന്നല്ല. പെൺകുട്ടികളുടെ ദേഹത്ത് ആ ജീവി കാരണം ഒരു മുറിവായിട്ടുണ്ടെങ്കിൽ 70 മണിക്കൂർ കഴിഞ്ഞിട്ടും അവർക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കുഴപ്പമില്ല. പക്ഷേ 70 മണിക്കൂറിന്റെ ഇടയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ തന്നെ സ്ത്രീകളും ഭീകരരൂപികളായിട്ട് മാറും. മാത്രമല്ല ഒരു ദിവസം മനുഷ്യൻ ഇതിനെ എല്ലാത്തിനും കീഴടക്കുന്ന അവളുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ആ കാര്യം വില്ലോ അതുപോലെ തന്നെ പറയാണ്. സോ ഇതെല്ലാം കേൾക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിക്കും പ്രതീക്ഷ വരികയാണ്. ശരിയാണ്, നമ്മുടെ ഭൂമി പഴയതുപോലെ ആവും, നല്ല രീതിയിൽ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുമല്ലേ എന്നൊരു പ്രതീക്ഷ ആ പെൺകുട്ടിക്ക് വരുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ വില്ലോ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്നും വൈകിപ്പോയാൽ അച്ഛന് സംശയം തോന്നുവേ. എന്തായാലും സമയം കിട്ടുമ്പോഴൊക്കെ സ്റ്റീവ് നന്നായിട്ട് തന്നെ വില്ലയെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അവൾ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് എന്താ പറയാ, അവൾക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അവളുടെ അമ്മയെ പോലെ തന്നെ നല്ലൊരു പോരാളിയാണ് അവള്. നന്നായിട്ട് വാൾപ്പയറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പീഡും ഉണ്ട്, നല്ല സ്കില്ലും അവൾക്കുണ്ട്. അപ്പൊ അവളുടെ ആ ഒരു കഴിവ് കാണുമ്പോൾ തന്നെ സ്റ്റീവിന് മനസ്സിലായിട്ടുണ്ട് അവൾക്ക് ഏകദേശം സർവൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ട്രെയിനിങ് ഒക്കെ മതി മോളെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചുമ്മാ അതിലൂടെ ഓടിക്കളിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ സ്റ്റീവ് പെട്ടെന്ന് തലകറങ്ങി വീഴുകയാണ്. വില്ലോ വേഗം തന്നെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നും സ്റ്റീവിന് ഉണ്ടായിട്ട് അങ്ങനെ തലകറങ്ങി വീഴണല്ല. അയാൾക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തളർന്നു വീണാണ്. കാര്യം മനസ്സിലായോ? മകളോട് പോലും പറയാതെ അയാൾക്ക് കൂടിയുള്ള ഭക്ഷണം വില്ലോയ്ക്ക് കൊടുക്കുകയായിരുന്നു ഇത്രയും ദിവസം സ്റ്റീവ്. അതുകൊണ്ട് ക്ഷീണം കൊണ്ടാണ് ഇങ്ങനെ തലകറങ്ങി വീണത്. എന്തായാലും
വില്ലോ ഒരു വിധത്തിൽ സ്റ്റീവിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെയുള്ള കുറച്ച് ഭക്ഷണം കൊണ്ട് സൂപ്പ് വെക്കാന്ന് പറയണം. എന്നാൽ സ്റ്റീവ് പറയണേ വേണ്ട മോളെ, അത് ഒന്നും ചെയ്യണ്ട, നിന്റെ അമ്മ വരുന്നത് വരെയെങ്കിലും നമുക്ക് ആ ഒരു ഭക്ഷണം വെച്ച് പിടിച്ചു നിൽക്കേണ്ടതാണ്, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോളാന്ന് പറയണം. ഇത് കേട്ടപ്പോ വില്ല് പറയണു, അച്ഛൻ എന്ത് ഈ പറയുന്നത്? അച്ഛൻ ഈ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഒരു ഭക്ഷണവും തരാതെ ഇങ്ങനെ നിർത്താനാണോ? ഒരിക്കലും നടക്കില്ല അച്ഛാ. അതുപോലെ തന്നെ അമ്മ വരാൻ പോകുന്നില്ല അച്ഛാ, അമ്മ മരിച്ചുപോയി. അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പണ്ടേ നമ്മളെ തേടി ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. അമ്മയെ അച്ഛന് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് ആ റിയാലിറ്റി അച്ഛൻ മനസ്സിലാക്കിയേ പറ്റൂ അച്ഛാ. അതുപോലെ ഈ ദ്വീപിൽ ഒളിഞ്ഞിരിക്കുന്ന പരിപാടി അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ തന്നെ എനിക്ക് നന്നായിട്ട് പരിശീലനം തന്നു, ഞാനിപ്പോ നല്ലൊരു പോരാളിയല്ലേ, അവിടെ പോയിട്ട് ഞാൻ പോരാടും, യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൽ മരിച്ചാലും ഇനി തോറ്റാലും എനിക്ക് കുഴപ്പമില്ല അച്ഛാ. ഇതുപോലെ ബീരുവിനെ പോലെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പുറത്തേക്ക് പോകണം, ഫൈറ്റ് ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ട സ്റ്റീവൻ ആകെ ദേഷ്യം വരുന്നുണ്ട്. അതൊന്നും പറ്റില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അവളെ തടുക്കാൻ നോക്കുകയാണ്. എന്നാൽ വില്ലോ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞായിരുന്നു കേട്ടോ, ഇനി അവൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഇവർ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും സ്റ്റീവ് അവസാനം വില്ലോയ്ക്ക് വഴങ്ങി കൊടുക്കുകയാണ്. അയാൾ പിന്നീട് അവിടുന്ന് സാവധാനം എഴുന്നേറ്റ് പോയി അയാൾ അവിടെ എടുത്തു വെച്ച അയാളുടെ ഒരു വാളുണ്ട്, അത് കൊണ്ടുവന്നിട്ട് വില്ലോയ്ക്ക് കൊടുക്കുകയാണ്. മോളെ, നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലായി, നീ പറയുന്നതാണ് ശരി. ഈ ആയുധം ഇനി നിനക്ക് കൈമാറേണ്ട സമയമായിട്ടുണ്ട് മോളെ. ഈ വാള് നീ ഇനി കയ്യിൽ വെച്ചോ, ഇത് അച്ഛന്റെ ആയുധമാണ്. എനിക്ക് ഉറപ്പാണ് നിന്റെ അമ്മയേക്കാൾ നല്ലൊരു പോരാളിയായിട്ട് നീ മാറുമെന്ന്. എന്തായാലും തന്റെ കഴിവ് തന്റെ അച്ഛൻ തന്നെ സമ്മതിച്ചല്ലോ. സോ അതുകൊണ്ട് നമ്മുടെ വില്ലോയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുകയാണ്. അങ്ങനെ വൈകുന്നേരമായി. ആ വാളുമായിട്ട് മറ്റേ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകണം, അവൾ ഇതൊക്കെ ഒന്ന് കാണിക്കണം. സോ വാള് മറച്ചു പിടിച്ച്, അച്ഛാ ഞാൻ ഇപ്പൊ വരാം കേട്ടോ, ഫുഡ് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കട്ടെ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വില്ലോ ആ വാളുമായിട്ട് പോവാണ് കേട്ടോ. ആ കടൽ തീരത്തൂടെ ആ വാളങ്ങനെ എന്താ പറയാ, അവൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാറിയല്ലോ. സോ ആ ഒരു വാളെല്ലാം വീശിക്കൊണ്ട് അവൾ നേരെ ആ ഒരു ഗുഹയിലേക്കാണ് പോകുന്നത്. എന്നാൽ ഗുഹയിലെത്തിയ സമയത്ത് അവിടെ ആ ഒരു പെൺകുട്ടിയെ കാണാനില്ല. അതുപോലെ തന്നെ അവൾക്ക് വായിക്കാനായിട്ട് കൊടുത്ത ആ ഒരു പുസ്തകവും, അതുപോലെ തന്നെ ആലീസ് അവളുടെ അമ്മ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു തൊപ്പി ആ ഒരു പെൺകുട്ടിക്ക് കൊടുത്തായിരുന്നു, ആ തൊപ്പിയും ഇതെല്ലാം അവിടെ പിച്ച് ചീന്തി വെച്ചിരിക്കുകയാണ്. വില്ലോയ്ക്ക് ഇതെന്താ ഇവളിങ്ങനെ പെരുമാറിയെന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അവൾ അവിടെ കാണാനുമില്ല. കുറച്ച് മുന്നോട്ടേക്ക് വില്ലോ ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ ഒരുമാതിരി ഒരു ഭാവത്തിൽ ആ ഒരു പെൺകുട്ടി നിലത്തങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വില്ലോ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്? ഞാൻ നിനക്ക് അത്ര ഇഷ്ടത്തോടു കൂടി തന്നതല്ലേ ഇതൊക്കെ, നീ എന്തിനാ അത് നശിപ്പിച്ചെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ പെൺകുട്ടിയാണെങ്കിൽ യാതൊരു മറുപടിയും പറയുന്നില്ല. അവളുടെ അടുത്തേക്ക് വില്ലോ ഇപ്പൊ പോവുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ പെൺകുട്ടി വില്ലയെ നോക്കിയത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മളെ കാണിക്കുന്നത്. അതായത് ഈ പെൺകുട്ടി രക്ഷപ്പെട്ട് ഈ തീരത്തേക്ക് വന്ന് കയറിയായിരുന്നല്ലോ, അവളുടെ അച്ഛനെയും ഏട്ടനെയും ഓൾറെഡി ആ ജീവികൾ കൊന്നു കളഞ്ഞു. അതുപോലെ തന്നെ ഇവളുടെ ദേഹത്തും ആ ജീവികൾ കാരണം ഒരു മുറിവായിട്ടുണ്ടായിരുന്നു. അത് ഈ പെൺകുട്ടി നമ്മുടെ വില്ലോയ്ക്ക് കാണിച്ചു കൊടുത്തില്ല. അതിലൂടെ അവൾ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. 100% എല്ലാ സ്ത്രീകൾക്കും ഈ ഇൻഫെക്ഷൻ പടരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും രൂപം മാറി ആ ഭീകര രൂപത്തിലേക്ക് വന്ന ആ പെൺകുട്ടിയെ കണ്ട് വില്ലോ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അവളുടെ കയ്യിൽ ആയുധം ഉണ്ടായിട്ടും അതിനെതിരെ ഒന്ന് പോരാടാൻ പോലും അവൾക്ക് പറ്റുന്നില്ല. കാരണം വെറും ഒരു ട്രെയിനിങ് കൊണ്ട് മാത്രം ഒരു യുദ്ധത്തിനോ പോരാട്ടത്തിനോ പോകാൻ കഴിയില്ല. അത് നേരിടാൻ വേണ്ട ഒരു മനസ്സ്, ഒരു ധൈര്യം കൂടെ വേണം. അത് നമ്മുടെ വില്ലോയ്ക്ക് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിമിഷത്തിൽ അവൾ ആകെ പകച്ചു പോകുന്നുണ്ട് കേട്ടോ. അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ മൃഗം വന്ന സമയത്ത് കറക്റ്റ് അതേ നേരത്ത് അങ്ങോട്ടേക്ക് സ്റ്റീവ് വരുന്നുണ്ട്. അതായത് സ്റ്റീവൻ എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. വില്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതറിയാൻ വേണ്ടി അവളുടെ പിന്നാലെ തന്നെ സ്റ്റീവ് വന്നതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സ്റ്റീവ് ഈ കാര്യം കാണുകയാണ് കേട്ടോ. വില്ലോയ്ക്ക് പേടിച്ച് കൈയും കാലും വരച്ച് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. സ്റ്റീവ് ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അതിനെ ഷൂട്ട് ചെയ്യാണ്. പിന്നെ ആ ജീവി നേരെ വരുന്നത് സ്റ്റീവിന്റെ അടുത്തേക്കാണ്. സ്റ്റീവിന്റെ കയ്യിൽ ചെറിയൊരു കത്തി ഉണ്ടായിരുന്നു, അത് വെച്ച് അതിന്റെ തലയിലേക്ക് കുത്തിക്കയറ്റി അതിനെ കൊന്നുകളയാണ്. പിന്നീട് വേഗം തന്നെ വില്ലോ എഴുന്നേൽപ്പിച്ചിട്ട് സ്റ്റീവ് പറയണ പോലെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം, കാരണം ഇവറ്റകളുടെ ബ്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. സോ നമ്മൾ ഇവിടെയുള്ള കാര്യം അവറ്റകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ എണ്ണം ഇങ്ങോട്ടേക്ക് ഇപ്പൊ വരുമായിരിക്കും. പക്ഷെ അവറ്റകൾക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സാവകാശം കിട്ടും. എന്തായാലും നമുക്ക് വേഗം റെഡി ആവാന്ന് പറയണം. ഈ സമയത്താണ് വില്ലോ ആ കാര്യം പറയുന്നത്. അച്ഛാ, അവറ്റകൾക്ക് നീന്താൻ അറിയാം, ആ ജീവികള് അത് പഠിച്ചു കഴിഞ്ഞു അച്ഛാ. ഇത് കേട്ട സമയത്ത് സ്റ്റീവ് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അതായത് ഇവർക്ക് ഇനി ഒട്ടും സമയമില്ല. ഈ ജീവിയുടെ തലച്ചോറിൽ നിന്നും ഓൾറെഡി ആ മെസ്സേജ് ബാക്കിയുള്ളവയിലേക്ക് പാസ് ആയിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയേ മതിയാവുള്ളൂ. ഇപ്പൊ വയ്യാത്ത കാലം ഉപയോഗിച്ച് സ്റ്റീവ് ഇങ്ങനെ ആ ഒരു വടിയും കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത് കേട്ടോ. കൂടെ വില്ലോ ഉണ്ട്. അതായത് ഇവർ ആ ഒരു സ്പീഡ് ബോട്ട് കൊണ്ടുപോകുന്നില്ല, നേരെ അങ്ങോട്ടേക്കാ പോകുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു ദ്വീപ് വിട്ട് മറ്റൊരു ദ്വീപിലേക്ക് പോകണം. വേഗത്തിൽ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റീവ് വിചാരിച്ചതുപോലെ ആ ജീവികൾ വെള്ളത്തിലൂടെ വളരെ വേഗത്തിൽ നീന്തിക്കൊണ്ട് ഈ ഒരു ദ്വീപിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ സ്റ്റീവും വില്ലയും കൂടെ കുറച്ച് ദൂരത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ടയർഡ് ആയതുകൊണ്ട് തന്നെ അവരൊരു മരത്തിന്റെ ചുവട്ടിലൊന്ന് ഇരുന്നു പോവുകയാണ്. ആ നേരത്ത് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ബ്ലാസ്റ്റ് ആവുന്ന ശബ്ദമാണ്. അപ്പൊ തന്നെ സ്റ്റീവിന് ഒരു കാര്യം മനസ്സിലായി. തീരത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബോംബുകളാണ് പൊട്ടിയിരിക്കുന്നത്. അതിനർത്ഥം ആ ജീവികൾ ദ്വീപിലേക്ക് കയറി കഴിഞ്ഞു. വേഗം തന്നെ ഇവർ വീണ്ടും നടക്കുകയാണ്. വലിയൊരു കുഴിയുണ്ട്, അതിന് ക്രോസ് ആയിട്ട് ഒരു മരമാണ് വെട്ടിയിട്ടിരിക്കുന്നത്, ഒരു പാലം പോലെ. അപ്പൊ അതിലൂടെ വേഗം എങ്ങനെ പോകണമെന്ന് വില്ലോയ്ക്ക് സ്റ്റീവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. വില്ലോ ആദ്യം തന്നെ അതിലൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എടുക്കണം. ആ നേരത്താണ് സ്റ്റീവിന്റെ പിന്നിലൂടെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവി ആയിക്കൊണ്ടിരിക്കുന്ന ഒരാള് അയാളുടെ പിന്നിലൂടെ വന്നിട്ട് സ്റ്റീവിനെ അറ്റാക്ക് ചെയ്യുന്നത്. കാലിന് വയ്യാത്തത് കൊണ്ടും കയ്യിൽ ആയുധം ഇല്ലാത്തത് കൊണ്ടും സ്റ്റീവിന് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് കണ്ടുകൊണ്ട് തന്നെ വില്ലോ ഒന്നും നോക്കിയില്ല. അവള് നേരെ ആ ഒരു മരം താണ്ടി
വീണ്ടും ഇപ്പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അച്ഛനെ രക്ഷിക്കാനായിട്ട് ആ ജീവിയെ വലിച്ച് താഴേക്കിട്ട് അതിന്റെ തല ഒരേറ്റ വെട്ടലാണ്. ശരീരത്തിൽ നിന്നും അതിന്റെ തല തെറിച്ചു പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു അത്ഭുതം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല ശരീരത്തിൽ നിന്നും മറ്റു പോയിട്ടും ആ ജീവി ഇപ്പോ വില്ലോയെ ആക്രമിക്കുകയാണ്. അവൾ ഇപ്പോൾ ആ ഒരു പാലത്തിലാണ്. അവളുടെ കയ്യിൽ നിന്നും ആ ഒരു വാള് പിടിച്ച് വലിക്കാനായിട്ട് അത് നോക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വില്ലോയ്ക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോ അച്ഛൻ എന്താ പറഞ്ഞതെന്നറിയോ? മോളെ, അത് കുറച്ചുകൂടെ ഇവോൾവ് ആയിട്ടുണ്ട്. അതിന്റെ ശരീരത്തിന് പരിണാമം സംഭവിച്ചു കഴിഞ്ഞു. അതായത് അതിന്റെ തലച്ചോറ് പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ടല്ലാതെ അത് നശിക്കില്ല. സ്റ്റീവ് വേഗം ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അതിന്റെ ആ ഒരു തലയുണ്ടല്ലോ, അതിൽ ആ ഒരു ബ്രെയിൻ ഇപ്പോഴും ആക്റ്റീവാണ്. ആ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ശരീരത്തെ അത് നിയന്ത്രിക്കുന്നത്. ആ തല സ്റ്റീവ് ഇപ്പൊ ചവിട്ടി പൊട്ടിച്ചു കളയാണ്. അടുത്ത നിമിഷം തന്നെ പാലത്തിന്റെ മുകളിൽ നിന്നും ആ ജീവിയുടെ ശരീരം നേരെ താഴേക്ക് വീഴുകയാണ്. എന്തായാലും സമയം ഒരുപാട് വൈകി കഴിഞ്ഞു. രണ്ടുപേരും വേഗം തന്നെ ആ ബോട്ടിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോകുന്ന സമയത്ത് സ്റ്റീവ് വീണ്ടും വീണ്ടും തളർന്നു വീണുകൊണ്ടിരിക്കുക. ഈ നേരത്താണ് ഇവർക്ക് നേരെ മറ്റൊരു ഭീകരജന്തു വരുന്നത് കേട്ടോ. ആ നേരം വില്ലു ഒരു തരി പോലും പേടിക്കാതെ രണ്ടിനും തയ്യാറായി നിൽക്കുകയാണ്. വാള് കയ്യിലേക്ക് എടുത്തു. ഏകദേശം അത് എടുത്തെത്താനായ സമയത്ത് അവളൊന്നും നോക്കിയില്ല. അതിന്റെ കഴുത്തിന് വെട്ടാതെ അതിന്റെ തലയുടെ പകുതി ഭാഗം വെട്ടിക്കളയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തലച്ചോറ് മുറിഞ്ഞുപോയി. ആ ജീവി ഇപ്പോ ചത്തും പോയി കേട്ടോ. എന്തായാലും സ്റ്റീവും വില്ലയും കൂടെ നേരെ ബോട്ട് വെച്ച് ആ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് സ്റ്റീവ് പറയണത്, മോളെ, എത്രയും വേഗം നീ അങ്ങോട്ടേക്ക് പോവുക. അതുപോലെ തന്നെ ആ ബോട്ട് എങ്ങനെയാണ് താഴേക്ക് ഇറക്കേണ്ടതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാലോ. ഇതെല്ലാം പറയുന്ന സമയത്ത് വില്ലോ പറയണ, അച്ഛാ, ഇതൊക്കെ എന്തിനാണ് അച്ഛൻ എനിക്ക് പറഞ്ഞിരുന്നത്? നമ്മൾ ഒന്നിച്ചല്ല അതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് സ്റ്റീവ് അദ്ദേഹത്തിന്റെ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നത്. നേരത്തെ ഉണ്ടായ അറ്റാക്കിൽ ആ ജീവി സ്റ്റീവിനെ കടിച്ചിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം സ്റ്റീവ് ഇപ്പോ ഇൻഫെക്റ്റഡ് ആണ്. ഈ നേരത്തെ കരഞ്ഞുകൊണ്ട് തന്നെ വില്ലോ പറയാണ്, അച്ഛനും കൂടെ പോയാൽ ആരാണ് അച്ഛൻ എനിക്കുള്ളത്? ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ. ഈ സമയത്ത് സ്റ്റീവ് പറയണ, മോളെ ഞാൻ നല്ലൊരു പോരാളിയാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്കാണെങ്കിലും മോള് സർവൈവ് ചെയ്യണം മോളെ. മോളുടെ അമ്മയെ പോലെ തന്നെ നല്ലൊരു വാരിയർ ആവണം. നമ്മുടെ ഈ ലോകത്തെ നിങ്ങൾ എല്ലാവരും ചേർന്ന് പഴയതുപോലെ ആക്കണം കേട്ടോ. പക്ഷെ ഇപ്പൊ അച്ഛന് വേറൊന്നും ചെയ്യാൻ കഴിയില്ല മോളെ. ഈ ഒരു നേരത്ത് വില്ലോ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. അവൾക്ക് അച്ഛനെ വിട്ട് വരാനും തോന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ജീവികൾ വരുന്നുണ്ട്. അതിന്റെ കരച്ചിലും ഇവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ സ്റ്റീവ് പറയണ, മോളെ, പരമാവധി അവറ്റകളെ ഞാൻ പിടിച്ചു നിർത്തിക്കോളാം. മോൾ ഇപ്പൊ ഇവിടുന്ന് പോ. ആ ബോട്ട് അവിടെ ഉണ്ട്. മോൾ ഓടുന്ന് പറയാണ്. അങ്ങനെ സ്റ്റീവ് നിർബന്ധിച്ചത് കൊണ്ട് തന്നെ വില്ലോ അങ്ങോട്ടേക്ക് ഓടുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു ബോട്ടിന്റെ കെട്ടുകളെ കഴിച്ച് ആ ബോട്ട് വെള്ളത്തിലേക്ക് തള്ളിയിടാൻ നോക്കുമ്പോൾ അത് അനങ്ങുന്നില്ല. അത് അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. പരമാവധി വില്ലോ അവളുടെ സർവ്വശക്തി ഉപയോഗിച്ച് അത് തള്ളുന്നുണ്ട്. കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് വീണ്ടും അത് അവിടെ തന്നെ സ്റ്റെക്കായി നിൽക്കുകയാണ്. അവൾക്ക് മനസ്സിലായി ഇനി എന്തായാലും ഈ ബോട്ട് ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. രണ്ടും കൽപ്പിച്ച് അവൾ വാള് കയ്യിലേക്ക് എടുക്കുകയാണ്. അവറ്റകൾ വന്നാൽ നേരിടുക തന്നെ. ഇതേ നേരം ഇത് കണ്ടുകൊണ്ട് മുകളിൽ സ്റ്റീവ് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അപ്പോഴേക്കും സ്റ്റീവിന്റെ കണ്ണുകളിൽ നിന്നും ആ കറുത്ത ദ്രാവകം പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് അവൻ പൂർണ്ണമായിട്ടും ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു. അതുപോലെ ആ ജീവികൾ ഒരുപാടെണ്ണം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വില്ലോയും എന്ത് വന്നാലും അതിനെ നേരിടാം എന്ന് ആ ഒരു ധൈര്യത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ സ്റ്റീവനെ നോക്കുകയാണെങ്കിൽ തന്റെ മകളെ ഓർത്തിട്ട് ദയനീയമായിട്ട് തന്നെ അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്നും തിരിയുന്നില്ല കേട്ടോ. പെട്ടെന്ന് അയാളുടെ മുഖത്തൊരു പുഞ്ചിരി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വില്ലോയ്ക്ക് ഒരു ശബ്ദം കേൾക്കാനുണ്ട്. ഏതോ ഒരു ജീവിയുടെ ഒരു കരച്ചിൽ പോലെ. അവള് ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ 3-4 ബോട്ടുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, അവളുടെ അമ്മ ആലീസ് തന്നെ. അവരുടെ കൂട്ടത്തിൽ ഒരു വേട്ടപ്പട്ടി ഉണ്ടായിരുന്നു. അത് കുരയ്ക്കുന്ന ശബ്ദമായിരുന്നു അത്. ഇത് കണ്ടപ്പോൾ രണ്ടുപേരുടെ മുഖത്തും വല്ലാത്തൊരു ആത്മവിശ്വാസം വരികയാണ് കേട്ടോ. സ്റ്റീവ് അവന്റെ വാള് രണ്ട് കയ്യിൽ ഉറുക്കി പിടിക്കാണ്. വാടാ വാടാ, എന്റെ മോളേനെ നിങ്ങൾക്കൊന്നും തൊടാൻ പറ്റില്ലടാ, കാരണം അവളുടെ അമ്മ വന്നു കഴിഞ്ഞു എന്ന ആ ഒരു കോൺഫിഡൻസ് സ്റ്റീവിന്റെ മുഖത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ വില്ലോയ്ക്കും ആ ധൈര്യം. എന്റെ അമ്മ വന്നടാ, ഇനി എന്നെ തൊടാൻ നോക്കടാന്ന് പറഞ്ഞിട്ട് അവളുടെ ആ ഒരു വാള് നിലത്ത് വെച്ച ഒരക്കിലാണ് കേട്ടോ. എന്നിട്ട് പോരാട്ടത്തിനായിട്ട് അവള് തയ്യാറാവുകയാണ്. അതേ നേരം തന്നെ ആലീസിന്റെ ആ ഒരു ടീമും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഫയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം വൈകാതെ ഈ ഒരു ദ്വീപിലേക്ക് അവരെത്തും. അതുപോലെ തന്നെ വില്ലയുടെ തൊട്ടടുത്തേക്ക് ആ ഒരു ജീവികൾ എത്തിയിട്ടുണ്ട്. അവളൊന്നും നോക്കിയില്ല, അലറിക്കൊണ്ട് അവറ്റകളുടെ നേർക്കങ്ങ് ചീറി പാഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇവിടെയാണ് സിനിമ തീരുന്നത്. എന്തായാലും സ്റ്റീവ് മരണപ്പെടും, അത് കൺഫേം ആണ്. പക്ഷേ ആലീസ് വില്ലോയെ രക്ഷപ്പെടുത്തും, അത് 100% ഉറപ്പാണ്. നമ്മുടെ ഭൂമി അത് പഴയതുപോലെ തന്നെ ആകുകയും ചെയ്യും. കാരണം ഇപ്പൊ ആലീസിന്റെ ആ ഒരു ടീം വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, കുറച്ചുകൂടെ എക്യുപ്ഡ് ആണ് അവരൊക്കെ. അവർക്ക് കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. അതിനർത്ഥം പുറത്ത് വേറെ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ആ ജീവികൾ ഈ മഹായുദ്ധത്തിൽ തോറ്റുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.